Hi students, so I welcome all of you once again on behalf of Riju and PSK online classes. Definitely, നമുക്കറിയാം നമ്മൾ എന്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ചോദിച്ചാൽ ഷേപ്പ് ഓഫ് ഓർബിറ്റൽസിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ നമ്മൾ പഠിച്ചിരുന്നു നമ്പർ ഓഫ് സ്പെറിക്കൽ നോട്ട്സ് ആംഗുലർ നോട്ട്സ് കാണുന്നതിനെ കുറിച്ചിട്ട്. ആ ഒരു സെഷനിലേക്ക് തീർച്ചയായിട്ടും അതിനകത്തൊരു ചെറിയ ക്ലാരിറ്റി കുറവ് ഉണ്ടാവും മിക്ക ആൾക്കാർക്കും. കാരണം നമ്മൾ എല്ലാം കൺസെപ്റ്റും പഠിച്ചിട്ടില്ല. അപ്പോൾ അത് പഠിച്ചു വന്നതിന് ശേഷം ഡെഫിനറ്റ്ലി നമുക്ക് ഒന്നും കൂടെ അതിനകത്തേക്ക് വന്ന് പ്രോബ്ലംസ് ചെയ്യാം. സോ ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. വിൽ ബി ട്രൈങ് ടു സോൾവ് മോർ നമ്പർ ഓഫ് പ്രോബ്ലംസ് ഓൺ ദാറ്റ്. ബട്ട് ബാക്കിയുള്ള കഥകൾ കൂടെ നമുക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ അടുത്ത് നമ്മൾ ആരെക്കുറിച്ച് പഠിക്കണം എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് റിഗാർഡിങ് ഷേപ്പ് ഓഫ് ഡി ഓർബിറ്റൽസ്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ നമുക്കത് പുതിയൊരു കൺസെപ്റ്റ് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്, അങ്ങോട്ടേക്ക് എത്താം. Okay, all of you. So let's go ahead with the next point, shape of d orbitals. See, in our board we have a shape of d orbitals. നോക്കൂ, ഇവിടെ നമ്മൾ കാണുന്നത് നോക്കൂ, നമ്മൾ പി ഓർബിറ്റിൻ്റെ കേസിൽ നമ്മൾ കണ്ടിരുന്നു. പി ഓർബിറ്റിൻ്റെ കേസിൽ നമുക്ക് രണ്ട് ലോബ്സ് ആണ് ഉണ്ടായിരുന്നത്, അതായത് ഡംബൽ isn't it? But in this case നമുക്കറിയാം, നമ്മൾ നോക്കുകയാണെങ്കിൽ how many lobes are there? Definitely you can see that അവിടെ നമുക്ക് എത്ര ലോബ്സ് ആണ്? 1, 2, 3, 4. അപ്പോൾ 4 ലോബ്സ് നമ്മളവിടെ കാണുന്നുണ്ട്. ഓക്കെ, സോ സിമിലർലി നമ്മൾ ഇത് ഒഴിവാക്കിയിടുക, ഇത് നമുക്ക് പിന്നെ പറയാം. അടുത്ത് ഇതിനകത്ത് നിങ്ങൾ നോക്കിയാലും 4 ലോബ്സ് ഉണ്ട്, ആൻഡ് ഇതിലും 4 ലോബ്സ് ഉണ്ട്, ഇതിലും 4 ലോബ്സ് ഉണ്ട്. ഓക്കെ, ഓൾ ഓഫ് യു സി. പക്ഷേ നമ്മൾ രണ്ടാമത്തെ ആളിൽ ഒരു ചെറിയൊരു പ്രശ്നം കാണുന്നുണ്ട്. എന്താണ്? 2 ലോബ് മുകളിലേക്കും താഴേക്കും, പിന്നെ അയാൾക്ക് കഴുത്തിൽ ഇങ്ങനെ ഒരു ചുറ്റിക്കെട്ട്, isn't it? അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഡിസ്കഷനിൽ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് 3D സെറ്റ് സ്ക്വയറിന് നോട്ട്സ് ഒന്നും തന്നെ ഇല്ല എന്ന്. ഓക്കെ, അപ്പോൾ അതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ഇതാണ് ഇവരുടെ ഷേപ്പ്. നോക്കൂ, ഇവിടെ നമുക്ക് ചില കാര്യങ്ങൾ കാണേണ്ടതായിട്ടുണ്ട്. ആദ്യത്തെ ആളെ നമുക്ക് നോക്കാം. സി ഫസ്റ്റ് വൺ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ്? ഡി എക്സ് സ്ക്വയർ വൈ സ്ക്വയർ. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ്? ഡി സെഡ് സ്ക്വയർ. വാട്ട്സ് ദ നെയിം ഓഫ് ദിസ് വൺ? ഡി വൈ സെഡ്. നെക്സ്റ്റ് dxz, നെക്സ്റ്റ് dxy. നിങ്ങൾ ഈ 3 പേരെയും നോക്കുകയാണെങ്കിൽ ഈ 3 പേരുടെയും അപ്പിയറൻസ് ഒരു പ്രത്യേക രീതിയിലാണ്, എന്നാൽ ഇവർ 2 പേരും ഒരു ഡിഫറെൻ്റ് രീതിയിലാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം, എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് മുന്നേക്ക് പോകാം. ഓക്കെ, ലവ് യു സീ ടു ദ ബോർഡ്. നോക്കൂ, നിങ്ങൾ എല്ലാവരും ഡി ഓർബിറ്റിൻ്റെ ഷേപ്പ് കണ്ടു. പക്ഷേ ഇതെങ്ങനെ വരയ്ക്കുക, അത് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് വരാം. എല്ലാവരും നോക്കൂ. അപ്പോൾ ഏറ്റവും ആദ്യം ഞാൻ വരയ്ക്കുന്നത് ഈ 3 ആൾക്കാരെ. സോ ലെറ്റ് മീ നെയിം ദം. ഫസ്റ്റ് വൺ വി ഹാവ് ഡി എക്സ് വൈ. റിമെമ്പർ ഡി എക്സ് വൈ. അടുത്തയാൾ ഡി വൈ സെഡ്. നെക്സ്റ്റ് ഡി എക്സ് സെഡ്. ഓക്കെ, കുട്ടികളെല്ലാവരും നോക്കും. നമുക്കറിയാം നമ്മൾ 3 ആക്സിസിനെയാണ് കൺസ്ട്രക്ട് ചെയ്യുക. എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഇസഡ് ആക്സിസ്. ഓക്കെ, ലെറ്റ്സ് ഇമാജിൻ ദിസ് ഈസ് അവർ എക്സ് ആക്സിസ് ആൻഡ് ദിസ് ഈസ് അവർ വൈ ആക്സിസ്. ഓക്കെ, അപ്പോൾ ആരെങ്കിലും പറയുകയാണ്, isn't it sir, how can this be x axis? സോ ഇത് വൈ ആക്സിസ് ആയിക്കൂടെ? ഒരു പ്രോബ്ലം ഇല്ല. നിങ്ങൾ ഏതാണ് എടുക്കുന്നത് അതാണ് ഇവിടുത്തെ. ഇയാൾക്ക് നിങ്ങൾ ഇവിടെ z എന്ന് പേര് കൊടുത്തു, ദാറ്റ് ഈസ് z ഓൺലി. നിങ്ങൾക്ക് ഇയാൾക്ക് എക്സ് എന്ന് പേര് കൊടുത്തു, ദാറ്റ് ഈസ് എക്സ് ഓൺലി. സോ ഐ ഹാവ് ഗിവൺ റൈറ്റ് നൗ 2 നെയിംസ്. ദിസ് ഈസ് വൈ ആക്സിസ് ആൻഡ് ദിസ് ഇസ് എക്സ് ആക്സിസ്. നിങ്ങളിപ്പോൾ എവിടെ നിന്ന് നോക്കുന്നു എന്നനുസരിച്ചിട്ടാണ് നിങ്ങളുടെ ആക്സിസ്. നിങ്ങൾ ഇവിടെ നിന്ന് നോക്കിയാൽ ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ ഈ ബാക്കിൽ നിന്നായിരിക്കാം നോക്കുന്നത്. സോ അക്കോർഡിംഗ്ലി നിങ്ങൾ ചിലപ്പോൾ തലകീഴായിട്ടായിരിക്കും നോക്കുന്നത്. അക്കോർഡിംഗ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. ദാറ്റ് ഡസൻറ്റ് മാറ്റർ. അപ്പോൾ ഇത് വൈ ആക്സും എക്സ് ആക്സും. തീർച്ചയായും കുട്ടികളെ, നിങ്ങൾ എല്ലാവരുടെയും മനസ്സിൽ ഒരു കാര്യം കൂടെ കൊണ്ടുവരിക. ഇവിടെ നമുക്ക് ഒരു ആക്സും കൂടെ ഉണ്ട്. ഓക്കെ, സെഡ് ആക്സിസ്, അത് ഇതിന് പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ അത് നമുക്ക് എന്താണ്, തൽക്കാലം അത് വരയ്ക്കണ്ട. ഓക്കെ, അതുപോലെ ഞാൻ ഇവിടെയും എന്ത് ചെയ്യുകയാണ്, ഈ 2 ആക്സിനും പേര് കൊടുക്കുകയാണ്. ബട്ട് ദിസ് ടൈം ഞാൻ ഇയാൾക്ക് കൊടുത്തത് ഇത് വൈ ആക്സും ഇത് ഇസഡ് ആക്സിസും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സർ എക്സ് ആക്സിസ് എവിടെ? കുട്ടികളെ, എക്സ് ആക്സിസ് ഇതിന് പെർപെൻഡിക്കുലർ. Now see to the next one, dxz. In this case, you know that I am giving the name. Here we have x and here we have z. ഇത് 3ഉം വരച്ചിട്ട് ഞാൻ അടുത്തിലേക്ക് വരാം. കുട്ടികൾ എല്ലാവരും നോക്കുക. So how about ഇവിടെ നമ്മൾ dxy വരയ്ക്കുമ്പോൾ നോക്കൂ, ഞാൻ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന്. dxy means you can see that this is the way we have.
സോ ദിസ് ഇസ് വാട്ട് വി ഹവ് ഡി എക്സ് വൈ. ഓക്കെ, അപ്പോൾ അവരുടെ ലോബ്സ് കിടക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. എവിടെ കിടക്കുന്നത്? ലോബ്സ് കിടക്കുന്നത് എക്സിനും വൈ ആക്സിനും ഇടയിലുള്ള സ്ഥലത്താണ്. എക്സിനും വൈ ആക്സിനും ഇടയിലുള്ള സ്ഥലത്താണ്. കുട്ടികളത് ഇങ്ങനെയാണെന്ന് വിചാരിക്കുക, എക്സ് ആക്സും വൈ ആക്സും. അപ്പോൾ ഇവർ കിടക്കുന്നത് ഇവിടെയാണ്, ഇവിടെ, നോട്ട് ഇൻ ദിസ് ആക്സിസ്. നോക്കൂ, എക്സ് ആൻഡ് വൈ ആക്സിസ് ഇവിടെ 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 ഈ രീതിയിലാണ് അവിടെ ഉള്ളത്. സോ ഇവർ കിടക്കുന്നത് ഇൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ആക്സിസ്, ഇൻ എക്സ് വൈ പ്ലെയിൻ ഓൺലി, ബട്ട് ഇൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ. ഓക്കെ, നൗ ലിസൺ. ഇവിടെ നമ്മൾ വരയ്ക്കുകയാണ്. ഇവിടെ വരയ്ക്കുമ്പോഴും അതേപോലെ തന്നെ നിങ്ങൾ വരയ്ക്കൂ കുട്ടികളെ. നോക്കൂ, യു ക്യാൻ സീ ദാറ്റ് ഫസ്റ്റ് വൺ യു വിൽ ബി ഹാവിങ് ഹിയർ, സെക്കൻഡ്, എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി ഇതെല്ലാം ഒരേപോലെ തന്നെയാണ്. ആക്സിസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നു മാത്രം. അപ്പോൾ അടുത്തതിലും എനിക്ക് എന്ത് ചെയ്യാം, ഇവിടെയും വരയ്ക്കാം. സോ യു ക്യാൻ സീ ദാറ്റ് ദിസ് വൺ. അല്ലേ? അപ്പോൾ ഈ മൂന്ന് കേസിലും നമ്മൾ കാണുന്നത് ഏകദേശം ഒരേപോലെ തന്നെയാണ്. അപ്പോൾ ഈ മൂന്ന് ആൾക്കാരെയും കൂടെ എനിക്ക് ഒരു കാറ്റഗറിയിൽ പെടുത്താം. ഓക്കെ, ഇവ മൂന്ന് പേരിലും ലോബ്സ് ലൈസ് in between axis. Lobes lies in between axis. എവിടെ? ഈ മൂന്ന് കേസിലും. എന്നാൽ നാലാമത്തെ കേസിലേക്ക് ഞാൻ വരികയാണ്. സോ വാട്ട് ഈസ് ഫോർത്ത് വൺ? നോക്കൂ, ഇവിടെ ഞാൻ എക്സ് ആക്സിസും അതുപോലെ വൈ ആക്സും കൺസിഡർ ചെയ്തു. ആൻഡ് വാട്ട് ഐ എം ട്രൈങ് ടു ഡ്രോ ഹിയർ dx സ്ക്വയർ y സ്ക്വയർ. സീ ദ ഡിഫറൻസ് ഇൻ ദിസ് കേസ്. ഇവിടുത്തെ വ്യത്യാസം നിങ്ങൾ നോക്കുക, ഞാൻ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന്. സോ ഓൾ ഓഫ് യു പ്ലീസ് സീ ടു ദാറ്റ്. ഞാൻ ആ വരയ്ക്കുന്ന രീതിയിലേക്ക് നമുക്ക് എത്താം. ഓൾ ഓഫ് യു സീ ടു ദാറ്റ്. സീ ഫസ്റ്റ് വൺ. സി, അപ്പോൾ എവിടെ കിടക്കുന്നത്? എലോങ് ദി ആക്സ് ആണ് ഇപ്പോൾ ഉള്ളത്. നേരത്തെ കിടന്നത് ഇൻ ബിറ്റ്വീൻ ദ ആക്സ് ആണ്. അപ്പോൾ ഈ മൂന്ന് ആൾക്കാരും ഇൻ ബിറ്റ്വീൻ ദ ആക്സ് ആണ്. ഇതാരാണ്? എലോങ് ദ ആക്സ് ആണ്. അപ്പോൾ എലോങ് എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ്. ഓക്കെ ഓൾ ഓഫ് യു. നൗ ലിസൺ. അടുത്തത് നമുക്കറിയാം ഒരാളുണ്ട്. ആരാണത്? ഡി സെറ്റ് സ്ക്വയർ. ഹൗ വിൽ ബി ഡ്രോയിങ് ദാറ്റ്? നോക്കൂ, ഡി സെറ്റ് സ്ക്വയർ നമ്മൾ വരയ്ക്കുന്നത്. യു ക്യാൻ സീ ദാറ്റ് ഹൗ വി നീഡ് ടു ഡ്രോ ഡി സെറ്റ് സ്ക്വയർ. See the axis here, this is the z axis. ഇതിനെ നിങ്ങൾക്ക് എന്ത് പേര് വിളിക്കാം? എക്സ് എന്ന് വേണമെങ്കിൽ വിളിക്കാം, വൈ എന്ന് വേണമെങ്കിൽ വിളിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് ഡി സെറ്റ് സ്ക്വയർ. അതിൻ്റെ ഇത് ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ ഇയാളുടെ ലോബ് കിടക്കുന്നത് എവിടെയാണ്? ആക്സിസിലാണ് കിടക്കുന്നത്. അപ്പോൾ ഈ രണ്ട് പേരെയും മീൻസ് ഡി എക്സ് സ്ക്വയർ വൈ സ്ക്വയറിനെയും ഡി സെറ്റ് സ്ക്വയറിനും ഒരു കാറ്റഗറിയാണ്. കാരണം ഇവിടെ ലോബ്സ് ലൈസ് ഇൻ ബിറ്റ്വീൻ ദ ആക്സ് ആണ്. വാട്ട് അബൌട്ട് ഇൻ ദിസ് കേസ്? ഹിയർ യു ക്യാൻ സീ ദാറ്റ് ലോബ്സ് ലൈസ് അലോങ് ദി ആക്സിസ്. ലോബ്സ് ലൈസ് അലോങ് ദി ആക്സിസ്. ലോബ്സ് ലൈസ് അലോങ് ദി ആക്സിസ്. അതാണ് അവിടുത്തെ കേസിൽ നമുക്ക് കാണാൻ സാധിക്കുക. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഡി ഓർബിറ്റിൽ വരയ്ക്കുന്നത് അത് നമ്മൾ പറഞ്ഞു. ഇനി നമുക്കറിയാം, നമ്മൾ പി ഓർബിറ്റിൻ്റെ കേസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇസ്ന്റ് ഇറ്റ്? ആൻഡ് എസ് ഓർബിറ്റിൽ നമ്മൾ കണ്ടു. ആൻഡ് യു നോ ഹൗ ടു ഫൈൻഡ് ഔട്ട് സ്പെറിക്കൽ നോട്ട്സ് ആൻഡ് ആംഗുലാർ നോട്ട്സ്, ഇസ്ന്റ് ഇറ്റ്? സിമിലർലി കുട്ടികളെ ഇവിടെയും നമുക്ക് എന്തുണ്ട്? ഇൻ ദിസ് കേസ് വി ഡോണ്ട് ഹാവ് എ സ്പെറിക്കൽ നോട്ട്സ് ബട്ട് വി ഹാവ് എ ആംഗുലാർ നോട്ട്സ്. ഡി ഓർബിറ്റൽസിന് രണ്ട് ആംഗുലർ നോട്ട്സ് ആണുള്ളത്. എങ്ങനെയാണെന്ന് നോക്കിക്കൊള്ളുക. അപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പ്ലെയിനും ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പ്ലെയിനും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഇമാജിൻ ചെയ്ത് ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. സോ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഓൾ ഓഫ് യു. ഇവിടെ ഞാൻ ആദ്യം എന്ത് ചെയ്യുക? ഡി എക്സ് വൈനെ കുറിച്ച് പറയുകയാണ്.
ഡി എക്സ് വൈയിൽ എവിടെയാണ് ഇലക്ട്രോൺ കിടക്കുന്നത്? ഡെഫിനറ്റ്ലി ഇലക്ട്രോൺ ലൈസ് ഇൻ എക്സ് വൈ പ്ലെയിൻ. So in case of dxy, so let's imagine dxy നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഈ dxy എന്ന് പറയുന്ന ആളെ നമ്മൾ ഇങ്ങോട്ടേക്ക് എടുത്തു വെച്ചു. നോക്കൂ, ഈ dxyയിൽ എവിടെയാണ് ഇവരുടെ ഇലക്ട്രോൺസ് ഉള്ളത്? ലെറ്റ്സ് സീ ടു ദാറ്റ്. ഇലക്ട്രോൺ ലൈസ് ഇൻ എക്സ് വൈ പ്ലെയിൻ. ഇലക്ട്രോൺ ലൈസ് ഇൻ എക്സ് വൈ പ്ലെയിൻ. അല്ലാതെ രണ്ട് പ്ലെയിനും ഉണ്ട് നമുക്ക്. ഇനി നമുക്ക് വൈ സെഡ് പ്ലെയിൻ ഉണ്ട്, എക്സ് സെഡ് പ്ലെയിൻ ഉണ്ട്. ആ രണ്ട് പ്ലെയിനിലും ഇലക്ട്രോൺസ് ഇല്ല. ആ പ്ലെയിൻസിനെ നമ്മൾ വിളിക്കുന്ന പേര് നോഡൽ പ്ലെയിൻസ്. ഇസ്ന്റ് ഇറ്റ്? ആ പ്ലെയിൻസ് നമ്മൾ വിളിക്കുന്ന പേര് നോഡൽ പ്ലെയിൻസ്. അപ്പോൾ മൂന്ന് പ്ലെയിൻ നിങ്ങൾ ഇമാജിൻ ചെയ്യുക. ഒരു പ്ലെയിൻ ഇവിടെ തന്നെ എക്സ് വൈ പ്ലെയിൻ, ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് വൈ സെഡ് പ്ലെയിൻ, ആൻഡ് ദ നെക്സ്റ്റ് ഈസ് എക്സ് സെഡ് പ്ലെയിൻ. അതിൽ രണ്ടിലും എന്തില്ല? ഇലക്ട്രോൺസ് ഇല്ല. Okay, all of you. So just I am writing here ഇവിടെ where electrons are lying. Electron lies in, see, electron in which plane? Electron in xy plane. Electron in xy plane. എന്നാൽ we have a xz, yz plane. There we don't have any electrons. xz and yz, ഈ പ്ലെയിൻസിൽ എന്തില്ല? നോ ഇലക്ട്രോൺസ്. സോ വി കോൾ ദാറ്റ് ആസ് നോഡൽ പ്ലെയിൻ. സോ വാട്ട് വി കോൾ ഫോർ ദാറ്റ്? നോഡൽ പ്ലെയിൻ. സോ പ്ലീസ് റിമെമ്പർ ദാറ്റ്സ് കോൾഡ് ആസ് നോഡൽ പ്ലെയിൻ. ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ ഹൗ മെനി നോഡൽ പ്ലെയിൻസ് ആർ ഫോർ ഡി ഓർബിറ്റൽ? 2 നോഡൽ പ്ലെയിൻസ് ആർ ദെയർ. അത് ഇയാൾക്കാണെങ്കിലും ഇതല്ല ഇയാൾക്കാണെങ്കിലും ഇയാൾക്കും ബാധകമാണ്. പക്ഷേ ഡി സെറ്റ് സ്ക്വയർ ഒരു എക്സെപ്ഷൻ ആണ്. അവിടെ നമുക്കിതൊന്നും ബാധകമല്ല. ഓക്കെ all of you? So please try to see that. അപ്പം നമുക്കൊന്നും കൂടെ ആരെക്കുറിച്ച്, നമ്മുടെ നോട്ട്സിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഈ ഓർബിറ്റലിനെ കുറിച്ചുള്ള ചർച്ച താൽക്കാലികമായി അവസാനിപ്പിക്കാം. ലേറ്റർ ഞാൻ ഈ ഓർബിറ്റൽസുമായി റിലേറ്റ് ചെയ്തുള്ള ഗ്രാഫുണ്ട്, അതിലേക്ക് നമുക്ക് പിന്നീട് തിരിച്ചെത്താം. ഓക്കെ, സോ ലിസൺ. അപ്പോൾ എങ്ങനെയാണ് സ്പെറിക്കൽ നോട്ട്സ് കാണുക അല്ലെങ്കിൽ ആംഗുലർ നോട്ട്സ് കാണുക? എൻ എൽ ഞാൻ താൽക്കാലികമായി നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് എന്താണ് എന്നും എല്ലും. ബട്ട് എൻ്റയർ ഐഡിയ യു വിൽ ഗെറ്റ് ഇൻ നെക്സ്റ്റ് ഡിസ്കഷൻ. ബട്ട് ഫോർ ദ ടൈം ബീങ് എല്ലാവരും നോക്കുക. ഞാനിപ്പോൾ ആരെക്കുറിച്ചാണ് പറയുന്നത് വിചാരിക്കുക? സപ്പോസ് ഇഫ് ഐ ആം ടോക്കിംഗ് അബൌട്ട് വണ്ണസ് ഓർബിറ്റൽ, അതിൻ്റെ എൻ വാല്യൂ നിങ്ങൾക്ക് എടുക്കാൻ അറിയാം. എൻ വാല്യൂ 1. But I have told you what about L value. നോക്കൂ, L value, see, I am just writing there, L value 0 for s orbital, and L value 1 for p orbital, L value 2 for d orbital, L value 3 for f orbital, okay, and so on. തീർച്ചയായിട്ടും അപ്പോൾ ഇത് വണ്ണസ് ആണ്. അപ്പോൾ അയാളുടെ എൻ വാല്യൂ നിങ്ങൾക്കറിയാം. എൻ വാല്യൂ ഓൾറെഡി ദെയർ. So n is equal to 1. And what is L value? L value is 0. So how many spherical nodes are there? N minus L minus 1. 1 minus 0 minus 1 means your answer for spherical node is equal to, so spherical node in this case is equal to 0. And what about angular nodes? So angular nodes you can write there L. What is L value? 0. So in this case you have a angular node is equal to 0. Similarly, let's think about 2p. 2p നമ്മൾ നോക്കുകയാണെങ്കിൽ what is n value? N value is 2. What is L value? 1. What about spherical node? So we can write spherical node is equal to, spherical node is equal to 2 minus n minus L minus 1. 2 minus 1 minus 1 means again your answer is 0. Isn't it? And now what about here? How many angular nodes are possible? See to that. Angular node is equal to L. What is L there? 1. Similarly, let's think about 3D. So in case of 3D, you know that you have n is equal to 3, L is equal to 2. So again the number of spherical node, you can see that it's equal 0. But what about angular nodes? So angular nodes is equal to 2. Okay all of you?
but there is an exception for this. D z square is an exception that I already discussed. Okay, so this is regarding the shape of orbitals. Okay, now listen, all of you, we have to go with a new concept. Means we have got this orbital. See, I had given the name 1s, I had given the name 2s, I had given the name 3s. On what basis we are giving this? Okay, so in order to talk about that, we have a new method that is called content numbers. So we are now going to talk about content numbers. Okay, all of you. So next topic, definitely ഇവിടുന്ന് ഒരുപാട് questions നമുക്ക് വരുന്നതാണ്. So please note down and study very clearly content numbers. Okay. See, you may ask, what is content numbers? നിങ്ങളറിയാം, നമുക്ക് പല ആൾക്കാരും ലെറ്റർ എഴുതുമ്പോൾ അപ്പോൾ അവർ എഴുതുന്നത് ചിലപ്പോൾ നിങ്ങൾക്കറിയാം, ഒരു പിൻ കോഡ് എഴുതിയാൽ നമുക്ക് എന്ത് കിട്ടുക, ആ ലെറ്റർ നമ്മുടെ അടുത്തെത്തും. അപ്പോൾ ആ പിൻ കോഡ് എന്ന് പറയുന്നത് ആദ്യം നമുക്കറിയാം, ഇറ്റ് ഡിനോട്ട്സ് അവർ കൺട്രി, ദെൻ അവർ സ്റ്റേറ്റ്, ദെൻ അവർ ഡിസ്ട്രിക്ട്, ദെൻ അവർ പോസ്റ്റ് ഓഫീസ്. ഇസ്ന്റ് ഇറ്റ്? ഈ ഒരു രീതിയിലാണ് അവിടെ എന്ത് ചെയ്യുന്നത്, നമ്മൾ പിൻ കോഡ് ഫ്രെയിം ചെയ്തിട്ടുള്ളത്. ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ പിൻ കോഡ് മാത്രം വെച്ചിട്ട് നമുക്ക് പല വ്യക്തികളെയും എന്ത് ചെയ്യാം, റെപ്രസെൻ്റ് ചെയ്യാം. പിൻ കോഡും അതിൻ്റെ കൂടെ പേരും വേണം. അപ്പോൾ സപ്പോസ് നമുക്കറിയാം, നമുക്ക് ഹീലിയത്തിനുള്ളിൽ 2 ഇലക്ട്രോൺസ് ഉണ്ട്. വി നോ വി ഹാവ് എ ഹീലിയം ആൻഡ് ഇൻസൈഡ് ഹീലിയം വി നോ വി ഹാവ് 2 ഇലക്ട്രോൺസ്. അപ്പോൾ ഈ 2 ഇലക്ട്രോണും ഇവിടെ ഇങ്ങനെ കറങ്ങുകയാണ്. സോ ഹിയർ വി ഹാവ് 2 ഇലക്ട്രോൺസ്. നൗ സപ്പോസ് നിങ്ങൾ ആരെങ്കിലും ഈ ഹീലിയത്തിൻ്റെ ഒരു ഇലക്ട്രോണിന് ഒരു എഴുത്തെഴുതുകയാണ്. അപ്പോൾ ആ എഴുത്ത് നമ്മൾ പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയി ഇട്ടു. ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ നിങ്ങൾ അഡ്രസ്സ് എല്ലാം എഴുതിയിട്ടുണ്ട്. ഹീലിയം ന്യൂക്ലിയസ് Z=2 ഇസ്ന്റ് ഇറ്റ്? കെ ഷെൽ അവിടെ ചെല്ലണം. അപ്പോൾ പോസ്റ്റ്മാൻ ഈ ലെറ്ററും കൊണ്ട് എവിടെ വരികയാണ്, ഹീലിയം ന്യൂക്ലിയസിലെത്തുകയാണ്. ഹി നോക്ക് ദ ഡോർ. ഇസ്ന്റ് ഇറ്റ്? ഓക്കെ, അവിടെ വാതിൽ തുറന്നപ്പോൾ ഉള്ളിൽ കയറിയപ്പോൾ ഒരേപോലുള്ള 2 ആൾക്കാരെ കാണുന്നു. പോസ്റ്റ്മാൻ ആകെ അങ്കലാപ്പിലായി. ആർക്ക് ലെറ്റർ കൊടുക്കും? ഇസ്ന്റ് ഇറ്റ്? സോ ഇവിടെ നമുക്ക് കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ആർക്ക് നമ്മൾ ലെറ്റർ കൊടുക്കും? ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ അവിടുത്തെ അഡ്രസ്സ് നമ്മൾ എന്ത് ചെയ്യണം, സ്പെസിഫൈ ചെയ്യണം. അപ്പോൾ ഒരു ഷെല്ലിൽ നമുക്ക് 1, 2, 8 ഇലക്ട്രോൺസ് എന്ന് വിചാരിക്കുക. ഓരോ ഇലക്ട്രോൺസിനും ഓരോ അഡ്രസ്സ് ഉണ്ടാകണം. സി, അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിൻ്റെ അഡ്രസ്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിൻ്റെ എനർജിയും പൊസിഷനും ഡിനോട്ട് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ്, അതിന് നമ്മൾ പറയുന്ന പേരാണ് കോണ്ടന്റ് നമ്പേഴ്സ്. സോ വാട്ട് ഈസ് കോണ്ടന്റ് നമ്പേഴ്സ്? Content numbers simply represent the address of electron, or it gives the idea about the energy and position of an electron present in an atom. Once again, please note down. So content number represent address of electron. നമുക്കറിയാം, നമ്മുടെ അഡ്രസ്സ് ഒരിക്കലും എന്താവില്ല, സെയിം ആവില്ല. അതുപോലെ ഒരു ഇലക്ട്രോണിൻ്റെയും അഡ്രസ്സ് എന്താവില്ല, സെയിം ആവില്ല. So what is content number? It simply represent address of electron. How we can define this? Okay, so what is content number? A set of 4 numbers which represents energy and the position of an electron inside the atom. അപ്പോൾ ഞാൻ പറഞ്ഞു 4 നമ്പേഴ്സ് ഉണ്ടെന്ന്. isn't it? ഏതൊക്കെയാണ് ഈ 4 നമ്പേഴ്സ്? Okay, so let's move on with what are the different or 4 type of content numbers which we are using to represent energy and position. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞു 4 നമ്പേഴ്സാണ് നമ്മൾ ഈ കോണ്ടന്റ് നമ്പേഴ്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിൻ്റെ അഡ്രസ്സ് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ. സോ വി ഹാവ് ഫസ്റ്റ് വൺ പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ. So what is the message we get from principal content number? കുട്ടികൾ എല്ലാവരും ശ്രദ്ധിക്കുക. സി, പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പറിൽ നിന്നും നമുക്ക് എന്ത് മെസ്സേജ് ആണ് കിട്ടുന്നത്? ലെറ്റ്സ് സീ ടു ദാറ്റ്. നമുക്കറിയാം, നമ്മൾ പറയാറുണ്ട്, സി വി ഹാവ് 1 atom. So we are just considering we have 1 atom here.
Okay, next one more shell. Okay. So here one electron is present in first shell. Here one electron is present in second shell. അപ്പോൾ ഇലക്ട്രോൺ ഒന്നാമത്തെ ഷെല്ലിലാണുള്ളതെങ്കിൽ നമ്മൾ പറയും പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 1. ഇലക്ട്രോൺ രണ്ടാമത്തെ ഷെല്ലിലാണുള്ളതെങ്കിൽ നമ്മൾ പറയുന്നു പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 2. So if the electron belongs to K shell, we say that principal quantum number is 1. If the electron belongs to L shell, then the principal quantum number is 2. If it is present in M shell, then principal quantum number is 3 and so on. Okay, all of you. അപ്പോൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ത് മെസ്സേജാണ് നമുക്ക് തരുന്നതെന്ന് നമുക്ക് അതിൽ നിന്ന് വ്യക്തമായി മനസ്സിലായി. It denotes the main energy level in which the electron belongs. Okay, so students, please take from me what is principal quantum number. It denotes the energy level, main energy level in which the electron belongs. So principal quantum number gives the idea about main energy level. It gives the idea about main energy level. Okay, all of you. And you know, if it is K shell, we say that principal quantum number is 1. If it is L shell, we say that principal quantum number is 2. M shell, principal quantum number is 3. So listen, all of you, how we denote. We are using the letter N. N is used to represent principal quantum number. N used to represent the principal quantum number. So N used to represent the principal quantum number. Okay, all of you, and try to listen. What about the values of this N? N can have values 1, 2, 3, etc. So I can write what about the values of N? N can have values 1, 2, 3, etc. Okay, all of you. 1 വരികയാണെങ്കിൽ നമ്മൾ പറയും ഇലക്ട്രോൺ പ്രസന്റ് ഇൻ K shell. If it is n equals 1, we need to understand electron present in K shell. If n equals 2, we know that electron present in L shell. If n equals 3, electron present in M shell. If n equals 4, electron present in N shell. അതാണ് നമുക്ക് എവിടുന്ന് കിട്ടുന്ന ഐഡിയ, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിൽ നിന്ന് കിട്ടുന്ന ഐഡിയ. Okay, so we are talking about quantum numbers. Okay, all of you. So please try to understand. The first quantum number is principal quantum number. Okay, so principal quantum number gives the idea about the main energy level. പക്ഷേ കുട്ടികൾ എല്ലാവരും ശ്രദ്ധിക്കുക, നമ്മളൊരു ആറ്റത്തെ കൺസ്ട്രക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ശരിക്കും ഒരു ഹോട്ടലിനെ പോലെയാണ് നമ്മൾ ആറ്റത്തിനെ കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. അത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. നോക്കൂ, ഹൗ വി നീഡ് ടു കൺസിഡർ ദാറ്റ്. അതായത് നമ്മളൊരു വലിയൊരു ഹോട്ടൽ കൺസ്ട്രക്ട് ചെയ്യുകയാണ്. അപ്പോൾ ആ ഹോട്ടലിന് തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കുക ഒരു ഗ്രൗണ്ട് ഫ്ലോർ ഉണ്ട്. ആ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ പേരാണ് K shell. സിമിലർലി വി ഹാവ് അത് കഴിഞ്ഞിട്ട് L shell. രണ്ടാമത്തെ ഫ്ലോറിൻ്റെ പേര് L shell. മൂന്നാമത്തെ ഫ്ലോറിൻ്റെ പേര് M shell. നാലാമത്തെ ഫ്ലോറിൻ്റെ പേര് N shell. അങ്ങനെ പോകുന്നു. ബട്ട് ഈ ഹോട്ടലിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. നോക്കൂ, അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട കൺസെപ്റ്റാണ് ഞാൻ പറയുന്നത്. ഒന്ന്, ആറ്റത്ത് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ പല മെയിൻ എനർജി ലെവൽസ് ഉണ്ട്. ഒന്നാമത്തെ ഷെല്ലിനെ നമ്മൾ വിളിച്ച പേര് K shell. രണ്ടാമത്തെ ഷെല്ലിനെ നമ്മൾ വിളിച്ച പേര് L shell. ഇനി ഒന്നാമത്തെ ഷെൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ ഇവിടുന്ന് ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക. അക്കോർഡിംഗ് ടു ഓർ ലേറ്റസ്റ്റ് വേവ് മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം, ഓരോ മെയിൻ എനർജി ലെവലിലും നമുക്ക് സബ് ലെവൽസ് ഉണ്ട്. റിമെമ്പർ, ഓരോ മെയിൻ എനർജി ലെവൽസ് ദേ ആർ അഗെയിൻ കാറ്റഗറൈസ്ഡ് ഇൻ ടു സബ് ലെവൽസ് ഓർ വി കോൾ ഇറ്റ് ആസ് ഓർബിറ്റൽ. ഓക്കെ, സോ ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. അപ്പോൾ അതേപോലെയാണ് ഇവിടെയും. നോക്കൂ, നമുക്ക് K shell ഉണ്ട്.
ആ കേസിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടെയുള്ള എല്ലാം ഒരേ ടൈപ്പ് റൂമാണ്. ആ റൂമിൻ്റെ പേര്, ആ റൂം ടൈപ്പിൻ്റെ പേര് എസ് ടൈപ്പ് റൂംസ്. വാട്ട് ടൈപ്പ് റൂംസ്? ടെൽ മി ഓൾ ഓഫ് യു. എസ് ടൈപ്പ് റൂംസ്. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ നിങ്ങൾക്ക് ഒരു ടൈപ്പ് റൂം മാത്രമേ ഉള്ളൂ. വാട്ട് ഈസ് ദാറ്റ് റൂം? എസ് ടൈപ്പ് റൂം. എന്നാൽ നിങ്ങൾ അടുത്ത ഫ്ലോറിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് 2 തരത്തിലുള്ള മുറികളുണ്ട്. അവിടുള്ള മുറികൾ, ആദ്യത്തത് എസ് ടൈപ്പ് റൂമുമുണ്ട്. സിമിലർലി വൺ മോർ ടൈപ്പ്, ഇറ്റ് ഈസ് കോൾഡ് പി ടൈപ്പ് റൂംസ്. എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ മെയിൻ എനർജി ലെവലിൽ നമുക്ക് എസ് സബ് ലെവൽ മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ മെയിൻ എനർജി ലെവലിൽ നമുക്ക് എസ് സബ് ലെവലുമുണ്ട്, പി സബ് ലെവലുമുണ്ട്. ഓക്കെ കുട്ടികളെ, ഡോണ്ട് സേ ദാറ്റ് ഒന്നാമത്തെ ലെവലിൽ പി സബ് ലെവൽ ഉണ്ടെന്ന്. അത് തെറ്റാണ്. ഇവിടം മുതൽ നമ്മുടെ മനസ്സിലേക്ക് കീപ്പ് ചെയ്യേണ്ടത്, നോക്കൂ, ഒന്നാമത്തെ ഷെല്ലിൽ നമുക്ക് ഒരൊറ്റ ടൈപ്പ് സബ് ലെവലേ ഉള്ളൂ. ആര് മാത്രം? എസ് മാത്രം. ഓക്കെ, രണ്ടാമത്തതിൽ നമുക്ക് എസ് ടൈപ്പുമുണ്ട്, പി ടൈപ്പുമുണ്ട്. മൂന്നാമത്തതിൽ വാട്ട് വി ഹാവ്? ടെൽ മി ഓൾ ഓഫ് യു. ഇതിൽ നമുക്ക് എസ് ടൈപ്പ് ഉണ്ട്, പി ടൈപ്പ് ഉണ്ട്, ഡി ടൈപ്പ് ഉണ്ട്. എന്നാൽ അടുത്ത 4ാമത്തെ ലെവലിൽ നമ്മൾ എത്തുമ്പോൾ അവിടെ എസ് ഉണ്ട്, പി ഉണ്ട്, ഡി ഉണ്ട്, എഫ് ഉണ്ട്. സി, ഓരോ ലെവല് കൂടുന്നതനുസരിച്ച് ടൈപ്പ് ഓഫ് സബ് ലെവൽ എന്ത് ചെയ്യാൻ കൂടുകയാണ്. അപ്പോൾ ഒന്നാമത്തെ മെയിൻ എനർജി ലെവൽ എത്ര തരത്തിലുള്ള സബ് ലെവൽസ് ഉണ്ട്? ഒരു തരത്തിലുള്ള സബ് ലെവൽ. രണ്ടാമത്തെ മെയിൻ എനർജി ലെവലിൽ എത്ര തരത്തിലുള്ള സബ് ലെവൽസ് ഉണ്ട്? 2 തരത്തിലുള്ള സബ് ലെവൽ ഉണ്ട്. മൂന്നാമത്തെ മെയിൻ എനർജി ലെവലിൽ എത്ര തരത്തിലുള്ള സബ് ലെവൽ ഉണ്ട്? 3 തരത്തിലുള്ള സബ് ലെവൽ ഉണ്ട്. 4ാമത്തെ മെയിൻ എനർജി ലെവലിൽ എത്ര തരത്തിലുള്ള സബ് ലെവൽസ് ഉണ്ട്? 4 തരത്തിലുള്ള സബ് ലെവൽസ് ഉണ്ട്. 5ാമത്തെ മെയിൻ എനർജി ലെവലിൽ 5 തരത്തിൽ. am I right or not? അപ്പോൾ ഇവിടുത്തെ വാല്യൂ നിങ്ങൾ നോക്കൂ, എന്നിൻ്റെ വാല്യൂ എത്രയാണോ അത്രയും ടൈപ്പ് സബ് ലെവൽസ് അവിടെ ഉണ്ട്. ഇനി നോക്കൂ, ഈ പറയുന്ന നിങ്ങളിപ്പോൾ കണ്ടു ഇവിടെ എസ് ടൈപ്പ് റൂംസ് എന്ന് പറഞ്ഞു, അതുപോലെ നിങ്ങൾ പറഞ്ഞു പി ടൈപ്പ് റൂം എന്ന് പറഞ്ഞു. കുട്ടികൾ, നിങ്ങൾ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലേക്ക് ഇപ്പോൾ എടുക്കുക, ഞാനതിന് പിന്നെ അങ്ങോട്ട് റിലേറ്റ് ചെയ്യുന്നതായിരിക്കും. എസ് ടൈപ്പ് റൂം എല്ലാ ഫ്ലോറിലും ഒന്നേ ഉള്ളൂ. എസ് ടൈപ്പ് റൂം ഏത് ഫ്ലോറോ ആയിക്കോട്ടെ, എസ് ടൈപ്പ് റൂം ഈസ് ഓൺലി വൺ. വാട്ട് എവർ ദ ഫ്ലോർ ഡസൻറ്റ് മാറ്റർ, എസ് ടൈപ്പ് ആണോ ഓൺലി വൺ റൂം. എസ് ടൈപ്പ് ആണോ ഓൺലി വൺ റൂം. ആൻഡ് വാട്ട് അബൌട്ട് പി ടൈപ്പ് റൂം? വാട്ട് എവർ ദ ഫ്ലോർ, നിങ്ങൾക്കറിയാം പി ടൈപ്പ് ഈസ് നോട്ട് ദർ ഇൻ ഫസ്റ്റ് വൺ, ബട്ട് അതർ ദാൻ ദാറ്റ് ഏത് ഫ്ലോറോ ആയിക്കോട്ടെ, പി ടൈപ്പ് യു ഹാവ് 3 rooms. Okay, 3 rooms are there for P. And if you talk about D type എത്ര റൂംസ് ഉണ്ട്? You can see that only 5 rooms are there. ഇങ്ങനെയാണ് ആ മുറികളുടെ കണക്ക്. ഓക്കെ, ഇതാണ് ഒരു ആറ്റത്തിനെ കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ വെക്കേണ്ട ഐഡിയ. എല്ലാവരും ശ്രദ്ധിക്കുക. പ്ലീസ് ട്രൈ ടു സീ ഹിയർ. ആറ്റം നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു വലിയ ഹോട്ടൽ പോലെയാണ്. ആ ഹോട്ടലിൽ ഓരോരോ ഫ്ലോറുകളുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഫ്ലോറിനെ നമ്മൾക്ക് പറയാം കെ ഫ്ലോർ, ഇസ്ന്റ് ഇറ്റ്? അവിടെ നമുക്കുള്ള റൂം ഏത് ടൈപ്പ് മാത്രം? എസ് ടൈപ്പ്. ബട്ട് ആ എസ് ടൈപ്പ് എത്ര റൂമേ ഉള്ളൂ? ഒരു റൂമേ ഉള്ളൂ. രണ്ടാമത്തെ ലെവലിൽ നമുക്ക് 2 ടൈപ്പ് മുറികളുണ്ട്. ഏതൊക്കെയാണ്? എസ് ടൈപ്പ് മുറികളും പി ടൈപ്പ് മുറികളും. പക്ഷേ എസ് എപ്പോഴും ഒന്നേ ഉള്ളൂ, പി എപ്പോഴും 3 ഉള്ളൂ. ആൻഡ് മൂന്നാമത്തെ ഷെല്ലിൽ നമുക്ക് 3 തരത്തിലുള്ള മുറികളുണ്ട്. എസ് ഉണ്ട്, പി ഉണ്ട്, ഡി ഉണ്ട്. ബട്ട് എസ് ഓൺലി 1, പി ഓൺലി 3, ഡി ഓൺലി 5. റിമെമ്പർ ദിസ്. ഇതാണ് ഒരു ആറ്റത്തിൻ്റെ ഇപ്പോൾ നമ്മുടെ മനസ്സിൽ വേണ്ട അറേഞ്ച്മെൻറ്റ്. ഓക്കെ ഓൾ ഓഫ് യു? അങ്ങനെയാണെങ്കിൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്തിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നു? ഇറ്റ് ടോക്സ് അബൌട്ട് ഏത് ലെവലിലാണ് നമ്മുടെ ഇലക്ട്രോൺ ഉള്ളത്, അതിനെക്കുറിച്ചിട്ടാണ് ആര് പറയുന്നത്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ പറയുന്നത്. സോ ട്രൈ ടു ലിസൺ ഓൾ ഓഫ് യു. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ gives the idea about the main energy level in which our electron belongs. Okay, so if any, നമുക്കറിയാം നമ്മൾ ഇത് ഡിനോട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എൻ എന്ന് പറയുന്ന ലെറ്റർ ആണ്.
എന്നിൻ്റെ വാല്യൂ 1 ആകാം, 1 ആണെങ്കിൽ ഇലക്ട്രോൺ കെ ഷെല്ലിൽ. ഓക്കെ, 2 ആകാം, 2 ആണെങ്കിൽ ഇലക്ട്രോൺ എൽ ഷെല്ലിൽ. ഇതാണ് ആദ്യത്തെ കോണ്ടന്റ് നമ്പർ. സോ തീർച്ചയായും നമുക്ക് അടുത്ത ടൈപ്പ് കോണ്ടന്റ് നമ്പേഴ്സിലേക്ക് പോകണം, അപ്പം അതിനു മുന്നേ എല്ലാവരും ഓർക്കുക, ഈ ആറ്റത്തെ കുറിച്ചിട്ടുള്ള ആ ഒരു കൺസെപ്റ്റ് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഇന്ന് പറഞ്ഞിരുന്നു. തീർച്ചയായിട്ടും ഇത് എല്ലാവരും നിങ്ങളുടെ മനസ്സിലേക്ക് വെക്കുക, എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിൻ്റെ പുറത്ത് നമ്മുടെ കൺസെപ്റ്റ്, കോണ്ടന്റ് നമ്പേഴ്സിൻ്റെ കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുകയുള്ളൂ. തീർച്ചയായിട്ടും ബാക്കി പാർട്ടുമായിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നതായിരിക്കും. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റോപ്പ് ഫോർ ടുഡേ ആൻഡ് വിൽ ബി സീയിങ് ടുമോറോ വിത്ത് നെക്സ്റ്റ് കോണ്ടന്റ് നമ്പേഴ്സ്.